കലാകാരനാ. മിമിക്രി വന്നിട്ട് എത്ര കാലമായി? ഞാൻ 10-20 വർഷമായി. ഞാൻ സ്കൂൾ കലാപ്രതിഭയായിരുന്നു. ഞാൻ എവിടെ ഞാൻ പ്രമാണ നേതാജി ഹൈസ്കൂളിലെ കലാപ്രതിഭയായിരുന്നു 93. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് കലാജീവിതത്തോട്ട് വരാൻ മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു. മിമിക്രി ഡ്രോയിങ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കലാകാരനായിട്ട് ജീവിക്കുക എന്നുള്ളത്. എന്റെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു 10-20. പറ്റിയോ? ഇപ്പൊ ഞാൻ നല്ലൊരു ജോലി കളഞ്ഞിട്ടാണ് ഞാൻ എന്ത് ജോലിയായിരുന്നു? ഞാൻ സ്പ്രേ പെയിന്റർ ആയിരുന്നു. കളഞ്ഞിട്ട് എനിക്ക് നല്ല ശമ്പളമൊക്കെ ഉണ്ട്. ഞാൻ ബോംബെ 13 ഇല്ല, അതിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യം എനിക്ക് വരുന്നില്ല. കാരണം ഇത് ഐറ്റം പേര എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഇത് ഐറ്റം പേര എന്ന് പറഞ്ഞ ഈ ഷോയിൽ ഞങ്ങൾ ഒരുപാട് സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ അമ്മമാർക്കും കൊച്ചുപിള്ളേർക്കും കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഞങ്ങളുടെ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറെ ഞങ്ങള് ടീം മാസ് എന്ന് പറഞ്ഞ മനോജ്, അജേഷ്, സുമി എന്ന് പറഞ്ഞ് ഞങ്ങള് ലൈഫ് ഫാമിലി സ്കിറ്റുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ചില ഏരിയകളിലൊക്കെ അശ്ലീലങ്ങൾ പറയാറില്ല. കാരണം അശ്ലീലങ്ങൾ പറയാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടടുത്ത് പറയും. പക്ഷെ അശ്ലീലം നമ്മൾ പറയുന്ന ഒരു സാധനം അശ്ലീലമായിട്ട് കണ്ട് ചിന്തിക്കുന്നവർക്കാണ് അത് അശ്ലീലമായിട്ട് കാണുന്നവരുടെ തലയിലിരിക്കുക അശ്ലീലം. അപ്പൊ ഞങ്ങൾ ഓരോ പ്രോഗ്രാമിന് കേരളത്തിന്റെ പല ഏരിയകളിൽ പോകുമ്പോൾ ഞാൻ പണ്ടൊരു അബദ്ധം പറ്റി. ചേട്ടനെ ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ മണ്ണിന്റെ മണമുള്ള നാടകങ്ങളാണോ ചേട്ടൻ എഴുതുന്നത്? മണ്ണിന്റെ മണമല്ല, പുണ്ണിന്റെ നാറ്റമാണ് എനിക്ക് ഇഷ്ടമെന്ന്. ഞാൻ പിന്നെ 1.5 മിനിറ്റത്തേക്ക് മിണ്ടിയില്ല. കാര്യം പോയി. പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ അവിടെ ഉള്ളവർ തന്നെ പറയും, നമ്മൾ ഒരു അച്ചാറ് ഇങ്ങനെ ഭാര്യയെ ഒളിപ്പിച്ച മടിയിൽ വെക്കുന്ന ഒരു സ്കിറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ചാറ് ഭർത്താവിന്റെ ജട്ടിയിലാണ് ഒളിപ്പിക്കുന്നത്. പിന്നെ ഭാര്യ വന്നു കഴിയുമ്പോൾ അത് അറിയിപ്പിക്കാതിരിക്കാനുള്ള ഒരു വെപ്രാളോ ഈ അച്ചാറിന്റെ നീച്ചലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സ്കിറ്റുകളാണ്. ആ സ്കിറ്റ് തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾ ചെല്ലുന്ന സ്റ്റേജുകളിൽ അവിടുത്തുകാർ പറയും. ഈ അച്ചാറിന്റെ കേസ് ആ സ്കിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഓരോരുത്തർ പറയും. ഇപ്പൊ ഇവിടെ കൂടുതലൊന്നും ദ്വയാർത്ഥമൊന്നും വേണ്ട, കുറെ ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ സാധനം ചെയ്യും. ചിലടത്ത് ഈ പറയുന്നത് ഞാൻ പറയില്ല, ചില ആൾക്കാർ പറയുമല്ലോ ദ്വയാർത്ഥ പ്രയോഗം സ്കിറ്റ് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ഞങ്ങളുടെ ഒരു മെയിൽ ആർട്ടിസ്റ്റ് പാൻ കേക്ക് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഒളിഞ്ഞു നോക്കിയ കക്ഷികളുണ്ട്. അവിടെ വന്ന് ഒളിഞ്ഞു നോക്കിയ കക്ഷികളുണ്ട്. ഇനി ഇതുപോലുള്ള കക്ഷികളുണ്ട്. എന്നിട്ട് അതുപോലെ അങ്ങനെയുള്ള വേഷം അതുകൊള്ള. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൂട്ടത്തിലുള്ള ആള് ഇങ്ങനെ വേഷം മാറിയപ്പോ വന്ന അതിന്റെ ആ ഗ്രീൻ റൂമിനകത്ത് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയതാ. പിന്നെ ആണാന്ന് പറഞ്ഞപ്പോ തിരിച്ചു പോയത്. അപ്പൊ നമ്മുടെ അവിടെ ദ്വയാർത്ഥ പ്രയോഗം പാടില്ലെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ദ്വയാർത്ഥം എന്ന് പറയുന്നത് ഈ പിന്നെ എല്ലാ മേഖലകളിലും സാറേ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട് ഒരാള്. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, അതിനെ ഞാൻ താഴ്ത്തി കിടത്തില്ല. ഊരത്തെറി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്നവരാണ് തെറി പറയുന്നത് അവരെ ആ പേജിനകത്ത്. അത് ഭയങ്കര വൺ ഹിറ്റായി. അതിന്റെ അടിയിൽ ഇതുപോലെ ആൾക്കാരുണ്ട്, അവരെ പ്രേക്ഷകരായിട്ടുണ്ട്. ആ ആളിനെയൊക്കെ പൊക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവരെന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഞങ്ങൾ ഒരു ഇത് കാണിക്കുന്നില്ല. ആ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഞങ്ങളെ ഒരിക്കലും ഞങ്ങൾ ദ്വയാർത്ഥ പ്രയോഗം നടത്തി ഒരിക്കലും തെറി വിളിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളുടെ സ്കിറ്റുകൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് ഐറ്റം പറയാ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിന്റെ കോമഡി വൻ വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ മുഖ്യ തെളിവാണ് ഇരിക്കുന്ന ഈ അമ്മമാരോട് ചോദിക്കാൻ അറിയാം. ഇവരോട് ചോദിച്ചു നോക്ക്, ഞങ്ങളുടെ ഏതെങ്കിലും സ്കിറ്റിനകത്ത് ഞങ്ങളുടെ ഇഷ്ടമല്ലയോ? അമ്മമാരെ ഒന്ന് പറയൂ. അമ്മ പറയും. അമ്മയുടെ പേരെന്താ? എന്റെ പേര് സുമ. പറയാമ്മ. ഞാൻ ഈ മണിക്കുട്ടി ചേട്ടന്റെയും മായ ചേച്ചിയുടെയും ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് തന്നെ ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് കണ്ടയാൾ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതാണ് പറഞ്ഞത്. വന്ന് കണ്ടപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞത് ഭയങ്കര സന്തോഷമായിരുന്നു. വന്ന് ഇവരെ കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അശ്ലീലം മാറ്റി വെച്ച് അതൊരു ഭാര്യയാണ്, ഭർത്താവാണ്, അവരുടെ ഉള്ളിലെ സ്നേഹമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാറ്റിവെക്കാവുന്നത്. അതിലുപരി ഞാനൊരു അംഗൻവാടി ടീച്ചർ കൂടിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പല പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട്. പല പ്രാവശ്യം കണ്ടത്. എന്തോ കുടുംബമായിട്ടാണോ കണ്ടത്? കുടുംബമായിട്ടല്ല, ഞാൻ മൊബൈലിലാണ് കണ്ടത്. അപ്പൊ ഞാൻ കുടുംബമായിട്ടൊന്നും അല്ല കണ്ടത്. പക്ഷെ അശ്ലീലമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം കണ്ടു, അതിന് ശേഷം ഞാനത് പിന്നെയും ഒരിക്കലും അശ്ലീലമായിട്ട് എനിക്കത് തോന്നിയിട്ടില്ല. നമുക്കറിയാം ഒരു സന്തോഷിപ്പിക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. എനിക്ക് പിള്ളേരെ കരച്ചിൽ മാറ്റാൻ പോലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളാ. അപ്പൊ അതുപോലെ തന്നെ ഒരു കരച്ചിൽ ഇപ്പൊ സന്തോഷിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്നത്. അപ്പൊ ആ സന്തോഷം നമുക്ക് പല സമയത്തും നമുക്ക് റിലാക്സേഷൻ ഒക്കെ വേണ്ട സമയത്ത് നമ്മൾ അത് കാണാറുണ്ട്. കോമഡി കാണാറുണ്ട്. സന്തോഷം, വളരെ സന്തോഷം തോന്നി. അല്ല, ഓരോരുത്തർക്കും ഓരോ മാനസികാവസ്ഥയുണ്ടല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.